ഞങ്ങളെല്ലാരും ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഷോക്കേസിലുണ്ട് ഒരു പുതിയ ഡോൾ. ഇതുകൊണ്ട് സ്ഥിരം സ്ഥലമാണ് അത്ര. പിന്നെ ഞങ്ങൾ താഴെ പാർക്കിൽ നടക്കാൻ ഇറങ്ങി. പിന്നെ നേരെ ഗെയിം സെന്ററിൽ പോയി ഇവർ രണ്ടുപേരും കൂടെ കളി തുടങ്ങി. ഇവരുടെ കളി കണ്ടപ്പോൾ ഉമ്മാക്കും ഡാഡിക്കും പപ്പക്കും ഒക്കെ കളിക്കാൻ ആവേശമായി. ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണെന്ന് അറിയില്ല, ഇക്ക നല്ല ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പപ്പക്ക്. പുറത്തുനിന്ന് എന്തോ ഒരു നിലവിളി ശബ്ദം. പോയി നോക്കിയപ്പോൾ കരാട്ടെ ക്ലാസ് നടക്കണം. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ ഞങ്ങൾ കുറെ നേരം നോക്കിയിരുന്നു. പിന്നെ ഞാനും കിന്നും നടക്കാനൊക്കെ പോയി വന്നു. ബാക്കി എല്ലാവരും റൂമിലാക്കിയിട്ട് ഞങ്ങൾ മൂന്നേരും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. എന്റെ പോക്കിന്റെ ലെക്ക് ലെവലും കണ്ടപ്പോൾ പിന്നെ സഫു പറഞ്ഞു ഞാൻ ഓടിച്ചോളാം. സ്പോട്ടിലെത്തി. ഇതാണ് നേരത്തെ പറഞ്ഞ ഷീക്ക്. ബീഫിന്റെ പല വെറൈറ്റീസ് പലയിടത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇവിടെ തന്നെ കണ്ടിട്ടുള്ളൂ. ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ ഇത് കഴിക്കാൻ ഞങ്ങൾ മിസ്സാക്കാറില്ല. നിങ്ങളൊരു ഫുഡി ആണെങ്കിലും സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഇത് കഴിക്കാനായിട്ട് ബാംഗ്ലൂർക്ക് വണ്ടി കയറിയാൽ ഒരു നഷ്ടം വരില്ല. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ ഫ്ലാറ്റിക്ക് പോയി. പോണ വഴിക്ക് വണ്ടിയിൽ നിന്ന് താത്താക്കളുടെ ചക്ക എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തു നേരെ ഫ്ലാറ്റിക്ക് പോയി. ലിഫ്റ്റ് കയറിയപ്പോൾ പെട്ടെന്ന് തോന്നല് ഏറ്റവും മേലത്തെ ഫ്ലോറിലൊന്ന് പോയി വന്നാലോ. അങ്ങനെ അവിടെ ചെന്ന് കുറച്ചു നേരം പൂളിയൊക്കെ കണ്ടു നിന്നു. ഈ പ്രാവുകൾ സമാധാനത്തിലൂടെ ഇരുന്ന് ഉറങ്ങാൻ കണ്ടിട്ട് സഫോന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവരുടെ ഉറക്കവും സമാധാനം കെടുത്തി സഫോന്റെ സന്തോഷമാണ് കാണുന്നത്. റൂമിലെത്തിയപ്പോൾ നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ നല്ല പോസൊക്കെ ഇട്ട് കിടക്കും. ഇന്ന താത്താനെ നല്ല അടിപൊളി ദം ബിരിയാണി വെച്ച് വയറൊക്കെ ദമ്മാക്കി. അത് കഴിഞ്ഞ് എല്ലാവരും കിടക്കാളൊരുക്കായി. നാളെ നമുക്ക് ഒരുപാട് പ്ലാനുകൾ ഉള്ളതാണ്. അപ്പൊ ശരി.